ഗാസയിൽ അടിയന്തര സഹായം എത്തിക്കാൻ UN ഇസ്രയേലിന് നിർദ്ദേശം നൽകി. സഹായം തടയുന്നുവെന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇസ്രയേലും UN കോടതിയിൽ വ്യക്തമാക്കി. ഭക്ഷണക്ഷാമം രൂക്ഷമാകുന്ന ഗാസയിൽ അടിയന്തരമായി ആവശ്യമായ അടിസ്ഥാന സേവനങ്ങളും മാനുഷിക സഹായങ്ങളും അനുവദിക്കുന്നതിന് ഇസ്രയേൽ കാലതാമസം കൂടാതെ പ്രവർത്തിക്കണമെന്നാണ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ നിർദ്ദേശം. കര, വായു, കടൽ വഴി അമേരിക്കയും മറ്റ് ലോകരാജ്യങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ സഹായമെത്തിക്കുന്നുണ്ട്. എന്നാൽ ഗാസയിൽ സഹായമെത്തിക്കുന്ന വാഹനങ്ങളെ റാഫ അതിർത്തിയിൽ ഇസ്രയേൽ തടയുന്ന സ്ഥിതിയും നിലവിലുണ്ട്. ഇതിനെതിരെ ഇസ്രയേലിനെതിരെ ലോകരാജ്യങ്ങൾ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. എന്നാൽ സഹായം തടയുന്നുവെന്ന ആരോപണങ്ങൾ പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണെന്ന് ഇസ്രയേൽ പറയുന്നു. ഗാസയിലെ സ്ഥിതിഗതികൾക്കും യുദ്ധം ആരംഭിച്ചതിനും കാരണം ഹമാസ് ആണെന്നും ഇസ്രയേൽ പറയുന്നു. അതേസമയം ലോകം ഒരു വർഷം കുപ്പത്തൊട്ടിയിലേക്ക് വലിച്ചെറിയുന്നത് 100 കോടി ടൺ ഭക്ഷണമെന്ന് UN പ്രസിദ്ധീകരിച്ച ഫുഡ് വേസ്റ്റ് ഇൻഡെക്സ് റിപ്പോർട്ട്. പ്രതിദിനം ലോകം പാഴാക്കിയ ഭക്ഷണം കൊണ്ട് 78 കോടി പട്ടിണിപ്പാവങ്ങൾക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം നൽകാമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.